പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹം, കരുതൽ, നിങ്ങളൊരു വീട്ടുകാരനായി കണ്ട്, നിങ്ങളുടെ ഒരു ആങ്ങളെയായി കണ്ട്, നിങ്ങളുടെ ഒരു മകനായി കണ്ട്, നിങ്ങളുടെ ഒരു അനിയനും ജ്യേഷ്ഠനുമായി കണ്ട്, എന്നോടെപ്പോഴും റഷീദ് മാഷ്, നമ്മളെ താഴെക്കോട്ട റഷീദ് മാഷ് പറയും, ഈ നാട്ടിലെ കുട്ടികൾക്കെങ്ങാനും വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ 1,00,000 വോട്ടുകൾ ജയിക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങളെ കുട്ടികളിൽ ഒരാളായി ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിനുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എൻ്റെ ഓഫീസിലേക്ക് വന്ന ഒരാളുടെയും രാഷ്ട്രീയം ഞാൻ ചോദിച്ചിട്ടില്ല, ഒരാളെയും അകറ്റി നിർത്തിയിട്ടില്ല. അത് പഠിപ്പിച്ച തറവാടിന്റെ പേര് പാണക്കാട് കുടുംബമെന്നാണ്. ആർക്കു മുമ്പിലും കൊട്ടിയടക്കാതെ, ഒരു ശത്രുവിന് മുമ്പിലും കൊട്ടിയടക്കാതെ, ഒരു രാഷ്ട്രീയ എതിരാളിക്ക് മുമ്പിലും കൊട്ടിയടക്കാത്ത ഒരു വാതിലുണ്ട്. അത് പാണക്കാട്ടെ വാതിലാണെങ്കിൽ ആ പാണക്കാട്ട് നിന്ന് പ്രഖ്യാപിച്ച് MLA മാരാകുന്ന ഞങ്ങളുടെ വാതിലും ഒരാൾക്ക് മുമ്പിലും ഞങ്ങൾ കൊട്ടിയടച്ചിട്ടില്ല എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കോണി അടയാളത്തിൽ നമ്മളുടെ പരമാവധി വോട്ട് സമാഹരിക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. ഞാനൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ അവസാനത്തെ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷനാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നമുക്കേറെ പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രഗത്ഭനായ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുളവാലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ അവസാനത്തെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം കൺവെൻഷൻ ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു വിരുന്നുകാരനായി വന്ന് വീട്ടുകാരനായി മാറിയ ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട നജീബ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വരുന്ന 5 കൊല്ലം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവനാ സമ്പന്നമായ പരിപാടികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ സദസ്സിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും യാതൊരു ആശങ്കയില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളും തൂത്തുപാറാൻ പോവുകയാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വാർത്താ മാധ്യമ പ്രതിനിധികളോട് പറഞ്ഞു, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ തൂത്തുമാറും എന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന തരത്തിലായിരുന്നു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ റിസൾട്ട് വന്നത്. ചരിത്ര വിജയം നമുക്ക് നേടുവാൻ സാധിച്ചു. എങ്ങനെയാണ് സാധിച്ചത്? ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ടീം UDFിൻ്റെ പ്രവർത്തനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 94 പഞ്ചായത്തിൽ 90 പഞ്ചായത്തിലും നമ്മൾ ജയിച്ചു. 4 പഞ്ചായത്തിൽ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചത്. നിങ്ങൾക്കറിയാം, നമ്മുടെ 33 ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ല 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. ആ 33 ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷനിൽ പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചില്ല. പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് നമ്മുടെ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ജയിച്ചു. അതന്നെയാണ് ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. ഈ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങൾ, 16 നിയമസഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി മിന്നുന്ന വിജയം കരസ്ഥമാക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം അതിൻ്റെ ചില സൂചനകൾ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ 10 വർഷക്കാലം താനൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് നമ്മുടെ ജില്ലയുടെ മന്ത്രിയാണ് അബ്ദുറഹ്മാൻ. നമ്മുടെ ജില്ലയുടെ മന്ത്രിയാണ്. ഞാൻ 2 ദിവസം മുമ്പ് താനൂരിലുണ്ടായിരുന്നു. അവിടെ തീരദേശ മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നമ്മുടെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസിന്റെ കൂടെ ഞാൻ സഞ്ചരിച്ചിരുന്നു. അവിടെ പോയി നോക്കണം ആ തീരദേശ മേഖലയുടെ സ്ഥിതി. അവിടെ വറുതിയും പട്ടിണിയുമാണ്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുകയുടെ സാധാരണക്കാർ. സമസ്ത മേഖലയിലും പിടിപ്പുകേടിന്റെ പര്യായം.
10 കൊല്ലം മന്ത്രിയായിട്ട് പോലും ആ പാവപ്പെട്ട തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം താനൂർ മത്സരിക്കുക? അദ്ദേഹം ജീവനും കൊണ്ടോടി ഞാൻ താനൂരിൽ മത്സരിക്കുന്നില്ല, തിരൂരിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്, അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ വെച്ച് കാണാം. വാർത്താ മാധ്യമ പ്രതിനിധികളോട് ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച്, 16 നിയമസഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്രാവശ്യം 2 പേർ നിയമസഭ കാണുകയില്ല, 2 പേര് നിയമസഭ കാണുകയില്ല എന്നും പറഞ്ഞ കൂട്ടത്തില് അതാരാണ്? ഒന്ന് നമ്മുടെ ജില്ലയുടെ മന്ത്രി അബ്ദുറഹിമാനും അതുപോലെ തന്നെ തവനൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതി KT ജലീലും, രണ്ടാളും നിയമസഭ കാണൂലെന്ന് പറഞ്ഞു. മാധ്യമ പ്രതിനിധി നമ്മൾ പറഞ്ഞതാണ്, തുറന്നു പറഞ്ഞതാണ്. ഇതാണ് മൊത്തത്തിലുള്ള സ്ഥിതി. ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു പുതുയുഗ യാത്രയുമായി നമ്മുടെ 16 അസംബ്ലി മണ്ഡലങ്ങളിലും കടന്നു വന്നു. 16 അസംബ്ലി മണ്ഡലങ്ങൾ രാജോചിത സ്വീകരണമാണ് നമ്മൾ കൊടുത്തത്. വലിയ ആവേശം. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് MLA-മാർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കും. എന്നെ വിളിച്ച് പ്രതിപക്ഷ നേതാവ് ഹമീദ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞുള്ളൂ. പ്രതിപക്ഷ നേതാവ് അങ്ങ് പറയുന്നത് 100+ സീറ്റ്, അദ്ദേഹം എപ്പോഴും പറയും 100-ൽ പരം സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് എല്ലാ സ്ഥലത്തും അദ്ദേഹം പറയാറുണ്ട്. അവിടെ വെച്ച് ഞാൻ പ്രതിപക്ഷ നേതാവിന് സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവേ, 15 ജില്ലകളിൽ നിന്ന് നിങ്ങൾ 84 സീറ്റ് നേടിക്കോ. 15 ജില്ലകളിൽ നിങ്ങൾ 84 സീറ്റ് നേടും. മലപ്പുറം ജില്ലയിലെ 16 സീറ്റ് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വെച്ചു തരുമെന്ന് വള്ളിക്കുന്നിലെ സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറയുകയുണ്ടായി. മൊത്തത്തിൽ കേരളത്തിലുള്ള അവസ്ഥ അങ്ങനെയാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ. ഓരോ ദിവസവും ഇത്രയധികം അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ മുന്നിൽ വരില്ല. അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. പറഞ്ഞു, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ കയ്യിലാണ്. ജില്ലയിലെ മൊത്തം, പെരിന്തൽമണ്ണ എന്ന ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിൽ. ഞാൻ അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഇപ്പോൾ ഇവിടെ 113 ജനപ്രതിനിധികളുണ്ട് എന്നതാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. ആ 113 ജനപ്രതിനിധികൾ നിങ്ങൾ ജയിച്ചതിന് ശേഷം ആദ്യമായിട്ടൊന്ന് ഫീൽഡിൽ ഇറങ്ങുന്നത് നജീബിന് വേണ്ടി വോട്ട് ചോദിക്കാനാണ്. ഇപ്പൊ 2 മാസം ആയിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾക്കില്ല. കാരണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ സമയമായിട്ടില്ല. അപ്പൊ ജനങ്ങളെടുത്ത് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റും. ഒരു ബ്ലാക്ക് റിമാർക്കും നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ ഈ 113 നമ്മുടെ ജനപ്രതിനിധികളും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ജയിപ്പിച്ചയച്ച നിങ്ങളുടെ വാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവിഷനിൽ, നിങ്ങളുടെ ബ്ലോക്കുകളിൽ നിങ്ങൾ കടന്നു ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രിയപ്പെട്ട ദീർഘകാലം ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതികരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി സൂഫി സാഹിബിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്നും പോരാട്ടത്തിലൂടെ ചെറുത്തുനിൽപ്പിലൂടെ നമ്മൾ നേടിയതാണ് ഈ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം. നിങ്ങൾക്കറിയാം അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആര്യപ്പറമ്പും ഏലംകുളവും താഴക്കോളും വട്ടത്തൂരും മേലാറ്റൂരും പുലാമന്തോടും ഒക്കെ ഫൈറ്റിംഗ് സീറ്റുകളായിരുന്നു. അതൊക്കെ ഇന്ന് വലിയ തോതിൽ മാറ്റം വന്നു. വലിയ തോതിലുള്ള പ്രവർത്തനം നമ്മളൊക്കെ നടന്നു. ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റൊക്കെ നമ്മുടെ വിഷയത്തിലുണ്ടായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാം ക്ലിയറായി. വളരെ നല്ല രീതിയിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ മെജോറിറ്റി, വലിയ ഭൂരിപക്ഷത്തിന് ഞാൻ പറയാം, കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരമായ പോരാട്ടത്തിലൂടെ എന്ന് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ നിയമസഭ റോഡിന് വേണ്ടി എത്ര പ്രാവശ്യം 10 കൊല്ലമായിട്ട് അതിന് പിറകിൽ നടക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോഴും അതിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്ര പ്രാവശ്യം ഇവിടെ വന്നു, പറഞ്ഞു കൊടുത്ത ഒരു വാക്ക് പോലും പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും മന്ത്രിയുടെ ഭാഗത്ത് സാധിച്ചിട്ടില്ല. നിയമസഭാ മണ്ഡലത്തിലെ ഒട്ടനവധി പദ്ധതികൾ അതിൻ്റെ നിർവഹണ ഘട്ടത്തിൽ വരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന്, ജില്ലയുടെ സമഗ്രമായ മുന്നേറ്റത്തിന് പര്യാപ്തമായ പദ്ധതികളാണ്. അത് നമുക്ക് നേടിയെടുക്കണം.
അത് നമുക്ക് നേടിയെടുക്കണം. അതിനെന്താ വേണ്ടത്? നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നജീബിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കുക. വളരെ മോശപ്പെട്ട കാലാവസ്ഥയാണ്. ഞാനിപ്പോൾ പാണ്ടിക്കാട് നിന്നാണ് വരുന്നത്. AC ഇല്ലാത്ത ഹാളും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആൾക്കാർ പൊറുതി മുട്ടടി ചൂടുമുണ്ട്. 10 മണി കഴിഞ്ഞാൽ ഒരു 4:30 മണി വരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിലൊക്കെ കാര്യമായിട്ട് മാറ്റം വരുത്തണം. സുബഹി നമസ്കാരം അല്ലെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വേണ്ടി വരും നമ്മൾ ഫീൽഡിലേക്ക് പോകാൻ. വീടാന്തരം കയറിയുള്ള പ്രവർത്തനം ഒരു 5 മണിക്ക് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന അവസ്ഥയുള്ളൂ. കാലാവസ്ഥാ വകുപ്പിൻ്റെ ശക്തമായ നിർദ്ദേശം വരെ നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വളരെ കൃത്യതയോടുകൂടി വളരെ സയൻറ്റിഫിക്കായിട്ട് ഈ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വളരെ പ്രവർത്തന സജ്ജമായി നമ്മുടെ എല്ലാവരും കർമ്മരംഗത്തിറങ്ങി വലിയ ഭൂരിപക്ഷത്തിന് നമുക്ക് ജയിക്കണം. ആ ജയത്തോടുകൂടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയമില്ല, പ്രതിപക്ഷത്തിനും സംശയമില്ല. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ആ വരുന്നതോടുകൂടി നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.